സാറേ ഇപ്പോൾ ഈ സാറ് ഇപ്പോൾ വന്നു സാറ് ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഇത് നല്ലതാണ്, ഒരു ഹെൽമെറ്റ് എക്സ്ട്രാ കൊണ്ട് നടക്കുന്നു, ഒരാളെ സഹായിക്കാം, അല്ലെങ്കിൽ പുറയിൽ കയറുന്ന ആളെ സഹായിക്കാം, ഓക്കെ വെൽ ഡൺ, നല്ല കാര്യം, കൈ കൊടുത്തട്ടെ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സാറ് ഈ ഹാൻഡിലിൽ ഈ ഹെൽമെറ്റ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഹെൽമെറ്റ് പ്രോപ്പർ അല്ല, അത് വേറൊരു കാര്യം. ISI മുദ്രയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന് നല്ല വില, അത്യാവശ്യം നല്ല വില, ഒരു 10,000 ഏറ്റവും കുറഞ്ഞ ഒരു 3,000 രൂപയെങ്കിലും കൊടുത്താലേ നല്ല ഹെൽമെറ്റ് എടുത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഇവിടെ തൂക്കിയിടുന്നു. സാറിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ സാർ വേഗതയിൽ ഒന്ന് പോകേണ്ടി വരുന്നു. ഏതെങ്കിലും ഒരു വളവിൽ സാർ പെട്ടെന്ന് ഈ ഹാൻഡിൽ തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ ഹാൻഡിലിൻ്റെ ഇടയിലേക്ക് സാർ ഈ സാധനം ഇതിങ്ങനെ വന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ സാർ ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത്. ഇതാ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് തിരിയില്ല. ഇൻ കേസ് തിരിയാതെ വരുന്ന സാഹചര്യത്തിൽ എന്ത് വരും, വളവിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹസാർഡ്സ് അല്ലെങ്കിൽ ഒരു വാഹനം അമിത വേഗതയിൽ വരുന്നത് കണ്ടിട്ടായിരിക്കും സാർ ഇത് തിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞില്ല ആണെങ്കിൽ ആ അവസ്ഥ സാറിന് ആലോചിച്ച് നോക്കി അപകടം സംഭവിക്കും. സോ അതുകൊണ്ട് ഇത്തരത്തിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തരുത്. ഞാൻ വീണ്ടും പറയുന്നത്, സാർ ഒരു ഹെൽമെറ്റ് കരുതൽ പുറം യാത്രക്കാരന് വേണ്ടി കരുതൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി അങ്ങേയറ്റം തെറ്റാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ ചിൻ സ്ട്രാപ്പ് ധരിക്കണം, നല്ല ക്വാളിറ്റിയോ